ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. അങ്ങനെ രാവിലെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയൊക്കെ കുളിപ്പിച്ച് ഉറക്കിയ ശേഷം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴേക്കും രണ്ടുപേരും ഉറക്കമൊക്കെ എഴുന്നേറ്റ് കുരുത്തക്കേടും കലാപരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ രണ്ടുപേരെയും കുറച്ച് നേരം ഇരുത്തി കളിപ്പിച്ച ശേഷം ഞാൻ താഴേക്ക് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ പൂമ്പാറ്റപ്പെണ്ണും കുഞ്ഞാറ്റപ്പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് ഇതെന്താ നമുക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള ഉടുപ്പ്. അങ്ങനെ കുറച്ച് നേരം അവരുടെ ഉടുപ്പിലൊക്കെ വീക്ഷിച്ചു. പിന്നെ കുറച്ച് നേരം മുട്ടും അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ, മക്കളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് നേരം നിർബന്ധവും കാര്യങ്ങളും കരച്ചിലൊക്കെ ആയിരിക്കും. ആ ഒരു സമയത്ത് അവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് നേരം അടങ്ങിയിരിക്കാൻ വേണ്ടി ഇതുപോലെ രണ്ടുപേരെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം എടുത്ത് വെച്ച് കറക്കും കേട്ടോ. അത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ഇരുത്തി ഇങ്ങനെ കുറച്ച് നേരം കളിപ്പിക്കും. പിന്നെ ഞാൻ അരിയൊക്കെ ഉഴുന്നൊക്കെ ഇടാൻ വേണ്ടി കുറച്ചങ്ങ് ലേറ്റായി പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരെ ഉറക്കിയൊക്കെ കിടത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഇടുന്നതാണ്, ഇന്ന് മറന്നുപോയി. അങ്ങനെ ഏകദേശം ഉച്ചയോടടുപ്പിച്ചാണ് ഉഴുന്നും അരിയൊക്കെ ഇട്ടത് കേട്ടോ. അങ്ങനെ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചു. പിന്നെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും അപ്പോഴേക്കും കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും പാട്ട് കുറച്ച് നേരം ഇട്ടു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ പൂമ്പാറ്റപ്പെണ്ണ അങ്ങോട്ട് ഡാൻസ് തുടങ്ങി. അങ്ങനെ പൂമ്പാറ്റപ്പെണ്ണ ഡാൻസ് കളിച്ച് തളർന്ന് വന്ന് കുറച്ച് നേരം സോഫയിൽ വിശ്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ അങ്ങോട്ട് ഡാൻസ് തുടങ്ങി കേട്ടോ. നിനക്ക് മാത്രമല്ല എനിക്കൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ കുറച്ച് നേരം എൻ്റെ കയ്യിലൊക്കെ എടുത്ത് വെച്ച് ഓരോ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കുറച്ച് സമയം നിർബന്ധമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാൻ അവരെ സമാധാനിപ്പിച്ചിരുത്തുന്നത്. അപ്പോഴേക്കും രണ്ടുപേർക്ക് ഉച്ചയ്ക്ക് വിശപ്പായി. ഞാൻ അങ്ങനെ പൊടിയരിക്കഞ്ഞിയാണ് കൊടുക്കാൻ വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ചെറുപയറൊക്കെ വേവിച്ചു, പിന്നെ പൊടിയരിയൊക്കെ ഇട്ട് വേവിച്ചു. അങ്ങനെ രണ്ടും കൂടെ വേവിച്ച് നന്നായി ഉടച്ചെടുത്തു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പയറിൻ്റെ വിഴുക്കുവരട്ടി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും ചെറിയൊരു മൂക്കൊലിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ചോറ് കൊടുക്കാതെ കഞ്ഞി കൊടുക്കുന്നത്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ചെറു ചൂടോടെയാണ് കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും രണ്ടുപേരും കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട്. ഇങ്ങനെ വയ്യാഴികയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചോറും അതുപോലെ തണുത്ത ആഹാരങ്ങളൊക്കെ കൊടുക്കുന്നതിനായി നല്ലത് ഇതുപോലെ ചെറിയ ചൂടോടെ കഞ്ഞിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ രണ്ടുപേരും ചെറുപയർ കഞ്ഞിയും വിഴുക്കുവരട്ടിയൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചു കേട്ടോ. കഴിച്ച ശേഷം രണ്ടുപേരും കുറച്ച് നേരം കളിക്കാനൊക്കെ പോയി. അത് രണ്ടുപേരും ഓടിക്കളിയും അങ്ങനെയൊക്കെയാണ്. കുറച്ച് സമയം കളിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അപ്പൂപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പൻ വന്നു കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന പാപ്പപ്പൊതി എന്താണെന്ന് അരിക്കലാണ് ആദ്യത്തെ പരിപാടി കേട്ടോ. അങ്ങനെ അപ്പൂപ്പൻ വന്നപ്പോഴേ കുറച്ച് നെയ്യപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ കുറച്ചെടുത്ത് വായി വെച്ച് കൊടുത്തു. നെയ്യപ്പത്തിലല്ലായിരുന്നു ശ്രദ്ധ, കയ്യിലിരുന്ന പൊതിയിലായിരുന്നു കേട്ടോ. ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു പൊതി കയ്യിൽ നിന്ന് വാങ്ങിച്ച് അത് മുഴുവനായിട്ടും പറക്കിയെടുത്ത് താഴെയെല്ലാം വാരിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പകുത്തു വെപ്പാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അത് രണ്ടുപേരും പായിച്ചൊക്കെ എടുത്തു. അങ്ങനെ അവർ ഏത്തപ്പഴമൊക്കെ വെച്ച് പാകമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ അടുക്കളയിലേക്ക് വന്നു. അച്ഛൻ അടുത്തുണ്ടായിരുന്നല്ലോ. അപ്പം രാവിലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ കൂടി ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു. മീനായിട്ടൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ഉണക്കമീൻ എടുത്ത് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടിച്ചൊക്കെ വെക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അങ്ങനെ ഉണക്കമീൻ ചെറിയ ഉണക്കമീനാണ് കേട്ടോ, ചെറിയ മീനായിരുന്നു. അങ്ങനെ നന്നായിട്ട് കഴുകി കണ്ടിച്ചൊക്കെ എടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടി എടുത്ത ശേഷം വറുത്ത് എടുക്കുകയാണ് ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഉണക്കമീൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പഴങ്കഞ്ഞിയിലൂടെ ആയിക്കോട്ടെ അല്ലാതെ തന്നെ എനിക്ക് ഉണക്കമീനും ചോറൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. ചമ്മന്തിയും ഉണക്കമീനും പിന്നെ തൈരും ചേർത്ത് ഇളക്കി കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഉണക്കമീനൊക്കെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും ഓരോ ഏത്തപ്പഴം എടുത്ത് സോഫയുടെ അടിയിലൊക്കെ ഒളിച്ചൊക്കെ വെക്കുന്ന പരിപാടിയൊക്കെ എൻ്റെ ഇടയിൽ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണക്കമീനൊക്കെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് നേരത്തെ കഞ്ഞി കൊടുത്തോണ്ട് പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ചോറും സാമ്പാറും പിന്നെ പയറിൻ്റെ വിഴുക്ക് പുരട്ടിയും ഉണക്കമീനുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും സാമ്പാറും ചോറും അതിൻ്റെ ഇടയ്ക്ക് ഞെവിടി കൊടുത്തപ്പോഴത്തെ അതും കുറച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും ആഹാരം കഴിച്ച ശേഷം നല്ലൊരു ഉറക്കത്തിലേക്ക് കിടന്നു. ഉറങ്ങിയ ശേഷം രണ്ടുപേരെയും ഒന്ന് ദേഹമൊക്കെ ചൂടുവെള്ളത്തിൽ തുടച്ചൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഉടുപ്പൊക്കെ മാറ്റി രണ്ടുപേരെയും താഴേക്ക് കൊണ്ടുവന്നു. വന്ന ഉടനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഈവനിങ് ഏത്തപ്പഴം പുഴുങ്ങിയത് കൊടുക്കാമെന്ന് കരുതി ചൂടോടെ തന്നെ. അങ്ങനെ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങാനൊക്കെ വെച്ചു. പിന്നെ അച്ഛന് തേയിലവെള്ളമൊക്കെ ഇട്ടു, കാപ്പിയൊക്കെ ഇട്ടു. പിന്നെ അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഫോർമുല മിൽക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴമൊക്കെ പുഴുങ്ങിയ ശേഷം രണ്ടുപേരും വന്ന് അടുത്ത് വന്നിരുന്നു കേട്ടോ. അപ്പോഴേക്കും രണ്ടുപേർക്കും കുറേശ്ശെ പഴമൊക്കെ ഞെവിടി കൊടുക്കാൻ വേണ്ടി തുടങ്ങി. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെ പുഴുങ്ങി കൊടുക്കുമ്പോഴത്തേക്കും രണ്ടുപേരും കഴിക്കും കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും ഓരോ പഴം വീതം കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം പാട്ടൊക്കെ ഇട്ടപ്പോഴേക്കും രണ്ടുപേരും എൻ്റെ കൂടെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. പൂമ്പാറ്റപ്പെണ്ണ് പിറകെ നിന്ന് ഓരോ സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ്.
അവൾക്കിപ്പോൾ പാട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഡാൻസ് കളിക്കണം. കുഞ്ഞാറ്റപ്പെണ്ണ് വേറെ രീതിയിലുള്ള ഡാൻസാണ് കേട്ടോ. പിന്നെ പൂമ്പാറ്റയാണ് ആദ്യം എടുത്ത് മടി വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പൂമ്പാറ്റപ്പെണ്ണ് പാട്ടിട്ടപ്പോഴേക്കും ഇറങ്ങി കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ് ഒരാൾ ഇറങ്ങുമ്പോൾ ഒരാൾ മടിയിൽ കയറിയിരിക്കും. അങ്ങനെയാണ് കേട്ടോ ഇവർ രണ്ടുപേരും. ഒരാൾ ഇറങ്ങാൻ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ രണ്ടുപേരും നിർബന്ധം കാണിക്കുകയാണെങ്കിൽ ഒരേ സമയം എൻ്റെ മടിയിൽ കയറി ഒരാളുടെ മീതെ ഒരാൾ കയറിയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് മാക്സിമം ഞാൻ തറയിരുത്തി കൊടുക്കുന്നത്. എന്നാലും പാട്ടിടുമ്പോഴൊക്കെ രണ്ടുപേരും ഇങ്ങനെ എഴുന്നേറ്റ് മാറി നിന്ന് ഡാൻസൊക്കെ കളിക്കും. പൂമ്പാറ്റപ്പെണ്ണ് ഓരോ സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. കുഞ്ഞാറ്റപ്പെണ്ണ് പാപ്പം കഴിക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ രണ്ടുപേരും പഴപ്പാപ്പമൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാനും പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അങ്ങനെ വൈകുന്നേരം കുറച്ച് നേരം മക്കളുടെ കൂട്ടുകാർ വീട്ടിലായിട്ടൊക്കെ പോയിട്ട് വന്നു കേട്ടോ. വീട്ടിലെ കുരുമുളക് എല്ലാം തീർന്നിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കുരുമുളക് മരത്തിൽ ഒരുപാട് കുരുമുളക് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാ മരങ്ങളിലും നിറച്ച് കുരുമുളകായിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മൂത്തിട്ട് നന്നായിട്ട് ഉണക്കി അത് പൊടിപ്പിച്ച് മാറ്റി വെക്കണം. പിന്നെ കുറച്ച് വയണയിലയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് വയണയിലപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വയണയില കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു. ഇനി സമയമുള്ളപ്പോൾ അതൊക്കെ ഉണ്ടാക്കണമെന്നും കൂടി വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ പോയിട്ടൊക്കെ വന്നപ്പോഴേക്കും പിന്നെ വൈകുന്നേരം അരിയൊക്കെ കുതിർന്നിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ അരിയൊക്കെ എടുത്ത് ആട്ടി വെക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യം ഉഴുന്ന് അരച്ച് നന്നായിട്ട് എടുത്ത ശേഷം പിന്നെ അരി അരച്ചെടുക്കും. അതെല്ലാം നന്നായിട്ട് അരച്ച് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ദോശയ്ക്കോ ഇഡലിക്കോ അങ്ങനെയൊക്കെയാണ് എടുക്കാറുള്ളത്. അങ്ങനെ മാവൊക്കെ റെഡിയായി സെറ്റ് ചെയ്ത് മാറ്റിയൊക്കെ വെച്ചു. അങ്ങനെ നൈറ്റ് ആയപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടന് ചായയൊക്കെ ഇട്ട് കൊടുത്തു. കുഞ്ഞുങ്ങൾക്ക് പയറും കഞ്ഞിയും തന്നെയാണ് നൈറ്റും കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കഞ്ഞിയൊക്കെ വേവിച്ച് വെച്ച ശേഷം നന്നായിട്ട് തണുപ്പിക്കാനായിട്ട് ചെറുപയർ കഞ്ഞി മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചപ്പോഴേക്കും കുഞ്ഞാറ്റയും പൂമ്പാറ്റയും വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം അങ്ങനെയാണ്, അമ്പൂറ്റിയെ കൊണ്ട് തൊഴിയിക്കും കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. ഞാൻ ചേട്ടൻ കുറച്ച് പോകുമ്പോഴൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഒരു ഇരട്ടപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പഴമൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വെച്ചു. പിന്നെ ഞാൻ നൈറ്റ് കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് അവിയലിന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെക്കാൻ വേണ്ടി തുടങ്ങി. രാവിലത്തേക്ക് അവിയലും പിന്നെ മത്തങ്ങ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കർക്കിടക വാവല്ലേ, അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ അമ്മയ്ക്കൊക്കെ വെച്ച് വിളമ്പും കൂടി ചെയ്യണം കേട്ടോ. അതുകൊണ്ട് കൂടിയിട്ടാണ് കുറച്ച് അധികം കറിയൊക്കെ വെക്കാമെന്ന് കരുതിയിരിക്കുന്നത്. ആദ്യം തന്നെ വെച്ച് വിളമ്പിയ ശേഷമാണ് ബാക്കി നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ നൈറ്റ് ഞാൻ അവിയലിനുള്ളതെല്ലാം തന്നെ കഴുകി അരിഞ്ഞ് എടുത്ത് വെച്ചു. അപ്പോഴേക്കും ചേട്ടൻ വന്നു. കുഞ്ഞുങ്ങൾക്ക് താറാമുട്ട കൊണ്ട് ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ നൈറ്റ് രണ്ടുപേർക്കും കഞ്ഞിയൊക്കെ കൊടുത്ത ശേഷം രണ്ടുപേരെയും ഉറക്കി. പിന്നെ കുറച്ച് ഓംപ്ലേറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് താറാമുട്ട വെച്ചിട്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കുറേശ്ശെ കഴിച്ചു. പിന്നെ രണ്ടുപേരും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ വന്നപ്പോഴേക്കും പതിവ് ബിസ്ക്കറ്റ് വാപ്പൊക്കെ കൊടുത്തു. ചെറുതായിട്ട് മഴ പെയ്ത് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ നേരത്തെ തന്നെ അരിയെടുപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് വെന്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ രാവിലെ ചേട്ടനുള്ള ചായ അച്ഛനുള്ള തേയിലുകളൊക്കെ ഇടാൻ വേണ്ടി ഒരുങ്ങി. അപ്പോഴേക്കും ചേട്ടൻ രാവിലത്തെ അവിയലും അതുപോലെ തന്നെ മത്തങ്ങ കറിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനോടൊപ്പം തന്നെ ഇഡലിയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡലിക്കുള്ള കറി ഞാൻ വന്ന ശേഷമാണ് ഉണ്ടാക്കിയത്. കർക്കിടക വാവ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇന്ന് മീനോ ഇറച്ചി അങ്ങനൊന്നും തന്നെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് രാവിലെ ഇഡലിയും അതുപോലെ ചമ്മന്തി കറിയൊക്കെ ഉണ്ടാക്കി എൻ്റെ അമ്മയ്ക്ക്, അതായത് വെച്ച് വിളമ്പാനൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് കേട്ടോ മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ചായയൊക്കെ ഇട്ടു. അപ്പോഴേക്കും ചേട്ടൻ കുളിച്ച് റെഡിയാകാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ചേട്ടൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെയാണ് വരാനായിരുന്നു ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ രാവിലെ തന്നെ ചേട്ടൻ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി പോയി. അപ്പോഴേക്കും ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനത് ഊറ്റിയൊക്കെ വെച്ചു. തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയൊക്കെ വെച്ചു കേട്ടോ. പല ദിവസങ്ങളിലും ഇപ്പം ചോറ് വെന്ത് കിട്ടാൻ പാടാണ്. നമ്മൾ ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേറ്റൊക്കെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അപ്പോഴേക്കും കുഞ്ഞാറ്റയും പൂമ്പാറ്റയും അവർക്കൊരു കളിപ്പാട്ടം കിട്ടി. വല്യച്ഛൻ വാങ്ങിച്ചു കൊടുത്ത കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. അവർ രണ്ടും അതിൻ്റെ ഓരോ പീസ് എടുത്ത് രണ്ട് സൈഡിലേക്ക് കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഭാവം വെച്ച് കളിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. അതങ്ങോട്ട് പൂമ്പാറ്റയ്ക്കും കുഞ്ഞാറ്റയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനല്ല അമ്മ, ഒരു പീസ് എനിക്ക് ഒരു പീസ് അവൾക്കെന്താ, ആ ഒരു രീതിയിൽ രണ്ടുപേരും എടുത്തുകൊണ്ടൊക്കെ പോവുകയാണ്. കുറച്ച് നേരം അത് വണ്ടി പോലെ വെച്ച് ഉരുട്ടിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും വീണ്ടും ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതിൽ നിന്ന് ലൈറ്റൊക്കെ കത്തുന്ന കണ്ടപ്പോൾ കുഞ്ഞാറ്റപ്പെണ്ണിന് ആ ലൈറ്റ് കത്തുന്ന വണ്ടി മതി. അങ്ങനെ പൂമ്പാറ്റയും കുഞ്ഞാറ്റയും കുറച്ച് നേരമൊക്കെ അനങ്ങാതിരുന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്ന കണക്കൊക്കെ ശ്രദ്ധിച്ചൊക്കെ ഇരുന്നു കേട്ടോ. ഞാൻ കരുതി അതുപോലെയൊക്കെ കളിക്കുമെന്ന്. എവിടെ, അതിൽ നിന്ന്
ഓരോ സെറ്റായിട്ട് ഇളക്കി 2 പീസാക്കി രണ്ടുപേരും കൂടെ വെച്ചു. വീണ്ടും ഞാൻ ചെന്ന് അത് ഇളക്കി വീണ്ടും ശരിയാക്കി വെച്ചു. അങ്ങനെയൊക്കെ കുറച്ച് നേരം അവരോടിരുന്ന് കളിപ്പിച്ച ശേഷം ഞാൻ വന്ന് ചേട്ടന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുട്ട പൊരിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ചു. അപ്പോഴേക്കും ചേട്ടൻ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി. അപ്പോഴേക്കും കുഞ്ഞാറ്റയും പൂമ്പാറ്റയുടെ മുഖം അങ്ങ് വാടി കേട്ടോ. അച്ഛൻ പോയിട്ട് വന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. കുറച്ച് നേരം എടുത്തിട്ട് അപ്പോഴേ അങ്ങ് അമ്പലത്തിലേക്ക് പോയി കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് വെച്ചു. അങ്ങനെ ഇഡലിയൊക്കെ വെന്ത് കിട്ടിയത് തണുപ്പിക്കാൻ വെച്ചതെല്ലാം തണുത്ത് കിട്ടിയപ്പോഴേക്കും പാത്രത്തിലേക്ക് പകർന്ന് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ചേട്ടന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ പോയി വെട്ടിക്കൊണ്ടൊക്കെ വന്നു. ഇലയെല്ലാം വാട്ടി വെച്ചു. അങ്ങനെ ഇന്ന് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടി അവിയലും മത്തങ്ങ കറിയും മുട്ട പൊരിച്ചതുമായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം പൊതിഞ്ഞ് വെക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും കുഞ്ഞാറ്റയും പൂമ്പാറ്റയും അവരുടെ ആ പുതിയ കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് അടുക്കളയിലേക്ക് വന്ന് ഓരോ പീസ് എടുത്ത് ഉയർത്തി കാണിക്കുകയും അത് വെച്ച് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം രണ്ടുപേരും കൂടെ ഒരെണ്ണത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി. പിന്നെ ഞാൻ ചെന്ന് രണ്ടുപേർക്ക് ഓരോന്നെടുത്ത് വീണ്ടും കൈ കൊടുത്ത് കുറച്ച് നേരം കളിപ്പിച്ചു. അത് രണ്ടുപേരും കൂടി ഇങ്ങനെ പിടിവലിയാകുമ്പോൾ ഒരു കരച്ചിലാകും. അപ്പം ഞാൻ ഓടിച്ചെന്ന് അടുത്ത് ചെന്ന് സമാധാനിപ്പിച്ച് വേറെ എന്തെങ്കിലും കളിപ്പാട്ടം എടുത്ത് ഇങ്ങനെ കൈ കൊടുത്ത് വെച്ചാകും കേട്ടോ. ഇപ്പം പുതിയതായിട്ട് കിട്ടിയത് എന്താണോ കിട്ടുന്നത് അതായിരിക്കും അവർക്ക് വേണ്ടത്. അങ്ങനെ പൊതിയൊക്കെ കെട്ടി വെച്ചപ്പോഴേക്കും ചേട്ടൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അങ്ങനെ അച്ഛൻ കുറി ഇട്ടാക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ വന്നുടനെ 2 മക്കൾക്കും കുറിയൊക്കെ തൊട്ട് കൊടുത്തു കേട്ടോ. രണ്ടുപേരും കുളിക്കാതെ കുറിയൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും ചേട്ടൻ അമ്പലത്തിൽ നിന്ന് ഒരു മാല പൂവിച്ച് വാങ്ങി കഴുത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ മാലയൊക്കെ രണ്ടുപേരും കൂടെ അതിട്ട് തപ്പി പിടിച്ച് നോക്കുകയാണ് കേട്ടോ. അതെന്താണ് വെച്ചാൽ കഴുത്തിൽ കിടക്കുന്നത്, അതെങ്ങനെയെങ്കിലും വലിച്ചു പൊട്ടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ അത് കണ്ടേ പറ്റുമെന്നായപ്പോഴേക്കും ചേട്ടൻ അതെടുത്ത് കുറേ നേരം കൊണ്ട് കഴുത്തിയിട്ട് വലിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും അതെടുത്ത് കാണിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ അത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രി ആവട്ടെ അച്ഛൻ ഞാനത് ശരിയാക്കി തരാം എന്ന രീതിയിലിരിക്കുകയാണ് കുഞ്ഞാറ്റയും പൂമ്പാറ്റയും കേട്ടോ. കുറച്ച് നേരം അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. കൂടുതൽ ആസ്വദിക്കേണ്ടെന്ന് കരുതിയപ്പോഴേക്കും ചേട്ടൻ അതെടുത്ത് അകത്തിട്ട് കേട്ടോ. വീണ്ടും കുഞ്ഞാറ്റയും പൂമ്പാറ്റയും അവരുടെ കളിപ്പാട്ടമൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അതിനിടയിൽ തന്നെ ഉച്ചത്തേക്ക് കുറച്ച് കറിയും കൂടെ, അതായത് അമ്മയ്ക്കൊക്കെ വെച്ച് വിളമ്പുന്നുണ്ട്, കുറച്ച് കറിയും കൂടെ വെക്കാമെന്ന് കരുതി. അതിന് തേങ്ങ തീർന്നിരിപ്പുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് പോയി തേങ്ങയൊക്കെ വാങ്ങിയിട്ടൊക്കെ വന്ന് തന്നിട്ടാണ് വീണ്ടും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊക്കെ തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ് കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് ചെറുപയറെടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്ത ശേഷം അത് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാകും കേട്ടോ. അടിച്ചെടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് കഴുകിയും കൂടെ ഇടുക. അതിനുശേഷം അത് നമുക്ക് കുക്കറിനകത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് 4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചൊക്കെ എടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ. അല്ലെങ്കിൽ നമുക്കിത് കുക്കറിനകത്തിട്ട് നന്നായിട്ട് വേവിച്ചിങ്ങി ഉടച്ചിങ്ങി എടുത്താലും മതിയാകും. ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ ചെറുപയറൊക്കെ വറുത്തത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. അതിനിടയിൽ തന്നെ ഞാൻ ചമ്മന്തിക്കറിക്ക് വേണ്ടി അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ താളിച്ച് ചമ്മന്തിക്കറി ഇങ്ങ് എടുത്തു ഇഡലിക്ക് വേണ്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇഡലിയൊക്കെ എടുത്തു. ചമ്മന്തിക്കറിയും അതുപോലെ ഒരു പൂവമ്പഴവും കുറച്ച് വെള്ളവും എടുത്ത് വെച്ച് വിളമ്പി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ ചെറുപയർ ചെറുതായിട്ട് ചൂടാക്കി വെച്ചിരുന്നത് നന്നായിട്ട് തണുത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെ ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തു കേട്ടോ. ഒരടി അടിച്ചാൽ മതിയാകും, ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതിയാകും. അങ്ങനെ അരച്ചിട്ട് ചെറുതായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തു. ചിലർ കഴുകണമെന്നൊന്നും ഇല്ല കേട്ടോ, അല്ലാതെ തന്നെ ഡയറക്റ്റ് ഇട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ ഈ രീതിയാണ് കഴുകിയൊക്കെ എടുത്തു. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അതായത് 4 വിസിൽ വരുന്നവരെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുള്ള അരപ്പിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും കുറച്ച് ഉള്ളിയും ജീരകവും മതിയാകും. പക്ഷേ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടാം. ഞാൻ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായിട്ട് അരച്ചൊക്കെ എടുത്തു. അപ്പോഴേക്കും നമ്മുടെ ചെറുപയർ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെന്ത് കിട്ടിയ ചെറുപയറിലേക്ക് അരപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ അതൊക്കെ ഒഴിച്ച് കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് അതിനകത്തേക്ക് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ചെറുപയർ കറി റെഡിയാവും കേട്ടോ. ചിലർ ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കുന്നതുണ്ട്. ഞാൻ ഈ രീതിയിലാണ് കറിവേപ്പില അതിനകത്തേക്ക് ഇട്ട് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇളക്കി എടുത്തു കേട്ടോ. കുറച്ചുകൂടെ ഇതിപ്പം കുറച്ച് നീട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കട്ടിക്കും എടുക്കാം കേട്ടോ. ഇത് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ അങ്ങ് കട്ടിയാവും. അതുകൊണ്ടാണ് ഈ രീതിയിൽ കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ കഴിയുന്നതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ
ചെറുതായിട്ട് വറുത്ത് അത് പൊടിച്ച് വേവിച്ചൊക്കെ എടുത്ത് ഇതുപോലെ കറി ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ പയറുകറിക്ക് ശേഷം ഞാനൊരു അതായത് ക്യാബേജിൻ്റെ ഒരു തോരൻ കൂടി വെക്കാമെന്ന് കരുതി കേട്ടോ. ക്യാബേജൊക്കെ അരിഞ്ഞ് അതിനകത്ത് സവാളയും അതുപോലെ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടു, അതിനകത്ത് തേങ്ങയൊക്കെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ചതച്ച് അതിനകത്തേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ട് ഞെവിടിയിട്ട് കടുക് താളിച്ച് ഇട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ക്യാബേജ് തോരൻ റെഡിയാവാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്യാബേജ് തോരനൊക്കെ റെഡിയാക്കി വെച്ച ശേഷം കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ച് സാലഡ് കൂടി ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ച് തക്കാളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ തൈരും പിന്നെ കുറച്ച് വെള്ളരിക്കയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ കാപ്പിക്കുള്ള ഇഡ്ഡലിയും ചമ്മന്തിക്കറിയും അവിയലും മത്തങ്ങ കറിയും അത് ക്യാബേജിൻ്റെ തോരനും പിന്നെ പരിപ്പ് കറിയും പിന്നെ കുറച്ച് സാലഡും ഒക്കെ ഉച്ചത്തേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടമൊക്കെ ഉച്ച ആ ഒരു സമയത്താണ് നമ്മൾ വറുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം തന്നെ റെഡിയാക്കി. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് വിശപ്പായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും പാപ്പെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇഡലിയും ചമ്മന്തിക്കറിയൊക്കെ ഞാൻ എടുത്ത് വെച്ചു. എന്നിട്ട് നന്നായിട്ട് ഞെവിടി കേട്ടോ. ഞെവിടിയപ്പോഴേക്കും രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പാപ്പെന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വന്നു കേട്ടോ കുഞ്ഞാറ്റപ്പെണ്ണ്. അങ്ങനെ പൂമ്പാറ്റ എവിടെയാണെന്ന് വെച്ചപ്പോൾ പൂമ്പാറ്റ പിറകെ വരുന്നേ ഉള്ളൂ അമ്മേ എന്ന് എന്നെ കൈ ചൂണ്ടി കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇഡലിയും ചമ്മന്തിക്കറിയൊക്കെ ഞെവിടി രണ്ടുപേർക്കും കുറേശ്ശെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ മുളക് പൊടിയൊക്കെ വളരെ കുറച്ചാണ് ഇടുന്നത് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഇഡലിയും ചമ്മന്തിക്കറിയും കഴിക്കുകയാണ്. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേശ്ശെയായിട്ട് രണ്ടുപേരും കഴിച്ചു. പിന്നെ വെള്ളമാണ് അവർക്ക് പ്രധാനം എപ്പോഴും. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഇഡലിയും ചമ്മന്തിക്കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ രണ്ടുപേരും നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അച്ഛൻ രാവിലെ ഇട്ട് കൊടുത്ത കുറി ഇപ്പോഴും ഉണ്ട്. പിന്നെ രണ്ടുപേർക്കും കാപ്പിയൊക്കെ കൊടുത്ത ശേഷം ഒരുപാട് പാത്രങ്ങൾ കാപ്പി ഉണ്ടാക്കിയതിൻ്റെ കറി ഉണ്ടാക്കിയതിൻ്റെയൊക്കെ ഒരുപാട് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരുപാട് കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ നിന്നതുകൊണ്ടേ. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വയറ് നിറഞ്ഞാൽ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് പാത്രം ഒക്കെ കഴുകി വയ്ക്കാനുള്ളതെല്ലാം കഴുകിയൊക്കെ വെച്ച് കിച്ചണൊക്കെ ക്ലീനൊക്കെ ചെയ്തിടാൻ വേണ്ടി തുടങ്ങി. അല്ലെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം വാരി വലിച്ച് അങ്ങനെ അതുപോലെ കിടക്കും കേട്ടോ. അതുകൊണ്ട് മാക്സിമം പറ്റുന്നത്ര ജോലിയെല്ലാം ചെയ്തു വയ്ക്കാൻ പറ്റുന്നതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു വയ്ക്കും. അങ്ങനെ എല്ലായിടും വൃത്തിയൊക്കെ ആക്കി കിച്ചൺ ഏരിയ എല്ലാം തന്നെ ക്ലീനൊക്കെ ചെയ്ത് തുടച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ ഗ്യാസിൻ്റെ ഏരിയയും അവിടെ എല്ലാം നന്നായിട്ട് തുടച്ചൊക്കെ ഇട്ടു കേട്ടോ. അപ്പോഴേക്കും പൂമ്പാറ്റയും കുഞ്ഞാറ്റയൊക്കെ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. വീണ്ടും കളിക്കുന്നുണ്ട്. അവരെ കളിപ്പാട്ടം എടുത്ത് വെച്ചാൽ കളിപ്പാട്ടം കിട്ടിയതുകൊണ്ട് കുറച്ച് നേരം അതിൻ്റെ പിറകെ അങ്ങ് നടക്കും കേട്ടോ രണ്ടുപേരും. അങ്ങനെ രണ്ടുപേരും അതിൻ്റെ ഇടയിൽ നിർബന്ധമൊക്കെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്ക് എല്ലാം എടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലായിടവും ക്ലീനൊക്കെ ചെയ്തൊക്കെ ഇട്ടു. പിന്നെ തൂത്ത് വാരാൻ കൂടി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തതിൻ്റെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വാരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ബിസ്ക്കറ്റ് പാപ്പം കഴിച്ചതിൻ്റെ പൊടിയൊക്കെ വാരിയൊക്കെ ഇട്ടു. പിന്നെ അതെല്ലാം തന്നെ ഞാൻ തട്ടിക്കുടഞ്ഞ് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ടു. പിന്നെ തൂത്ത് വാരാൻ എല്ലാ റൂമൊക്കെ തൂത്തുവാരി കിച്ചണെല്ലാം തൂത്തുവാരി. അങ്ങനെ പൂമ്പാറ്റയും കുഞ്ഞാറ്റയും എപ്പോഴും ചൂലൊക്കെ പിടിച്ച് വാങ്ങിക്കാനൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം വാങ്ങി വെച്ച ശേഷം മേലേക്ക് രണ്ടുപേരും ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതൊക്കെ വെച്ച് ദേഹമൊക്കെ കഴുകി രണ്ടുപേരും ഉടുപ്പൊക്കെ മാറ്റി സുന്ദരി കുട്ടികളാക്കിയിട്ട് രണ്ടുപേരെയും കുറച്ച് നേരം വാശിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം രണ്ടുപേരും ഉറക്കാൻ വേണ്ടി കിടത്തി.